യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ, ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, സ്തോത്രം. കർത്താവ് നമ്മോട് കാണിച്ച കരുതനും സ്നേഹത്തിനും കൃപയ്ക്കുമായിട്ട് നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. സർവ്വവല്ലഭനായിരിക്കുന്ന ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം ഈ പൽക്കാലവും നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യഹോവയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. നാൾ തോറും നിന്റെ ഭാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ കർത്താവ് നിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും, വഴി നടത്തുവാനായിട്ടിടയത്തിനും ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എവിടെയാണ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്? ഏത് വിഷയത്തിനകത്താണ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്? അതേ വിഷയത്തിനകത്ത്, അതേ ഇടത്ത് മാനിച്ചുയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അരുളിച്ചത് കർത്താവ്. നീ ദൈവസന്നിധി വിശ്വസ്തയോടും ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ തയ്യാറായ നീ ഒരിക്കലും നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്ദിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തകൾ കടന്നു വരാം. അതേ പക്ഷെ അതിനകത്ത് മാനിച്ചുയർത്തുന്ന നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ, ഹല്ലേലൂയ, അവർക്കൊന്നും മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിച്ചു ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നീ നിന്ദിക്കപ്പെട്ട വ്യക്തിയാണോ? ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. നിന്ദിച്ചവരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, അതേ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം നിന്റെ തല ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരാ. നീ സ്തോത്രം, നീ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പേ നിന്റെ ഉള്ളിൽ പ്രകാശിച്ചതായ ദൈവീയ ദർശനത്തിന്റെ മുമ്പാകെ നീ മുന്നോട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീരുമ്പോ പലരും നിന്നെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് പിന്തിരിപ്പിക്കാൻ നോക്കിക്കാം. പക്ഷേ നീ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നിൽ നിൽക്കുവാൻ തയ്യാറായ പലരും ഭയപ്പെട്ടു പോയ ചിലതിനെ നിനക്ക് എറിഞ്ഞു വീഴ്ത്തുവാൻ, നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് കാണുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇടയാക്കും. ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയത്തിരും. നീ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ, സ്തോത്രം, ഇതിന്റെ ഹൃദയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുവാൻ ഇടയായി തീരുക. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവത്തിന്, സ്തോത്രം, ഫെലിസ്തർ ഒരു നിന്ദയുമായി കടന്നു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഫെലിസ്തർ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിന്റെ 17-ാം അധ്യായത്തിൽ നമുക്ക് 1 മുതലുള്ള ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവനെ കണ്ടപ്പോ ഇസ്രായേലൊക്കെ ഏറ്റവും ഭയപ്പെട്ടു അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അപ്പൊ ഫെലിസ്തീനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇസ്രായേലൊക്കെ ഭയപ്പെടാനായിട്ട് ഇടയെത്തുന്നു. അത്രമാത്രം, സ്തോത്രം, ഭയപ്പെടുന്ന രീതിയിൽ ആ മനുഷ്യൻ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആർക്കും അവനെതിരെ നിൽക്കുവാൻ കഴിയാത്ത വണ്ണം ആ മനുഷ്യനെ കണ്ട് പലരും ഭയപ്പെട്ട്, ഇവിടെ കാണുന്നു, അവനെ കണ്ടപ്പോ, അതായത് സ്തോത്രം, ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് മുമ്പിലത്തെ പോലെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ കണ്ടപ്പോ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി എന്ത് ചെയ്തു? മാറുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ദൈവവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്,
ദാവീദ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫെലിസ്തീനെ കൊന്നുകളഞ്ഞ ഇല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് ഈ നിന്നെ നീക്കിക്കളയുന്നവനെ എന്ത് കൊടുക്കും എന്നുള്ളൊരു ചോദ്യവുമായിട്ട് ദാവീദ് പുറത്തു വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനെ അവിടെ മറുപടി പറയുന്നുണ്ട്. അതിന് ജനം അവനെ കൊല്ലുന്നവനെ ഇന്നതൊക്കെയും കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് ദാവീദിനോട് കോപിക്കുന്ന ഒരു അനുഭവം കാണുന്നു. പ്രിയതമൊക്കെ അവിടെ നിന്ന് സ്തോത്രം അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. അവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവനെ അതിനകത്തുനിന്ന് മാറ്റിക്കളയാനായിട്ട് അവനെതിരായിട്ട് എഴുന്നേൽക്കുന്ന ഒരു അനുഭവം കാണുന്നു. അവന്റെ മൂത്ത ജ്യേഷ്ഠൻ അവനെ നിന്ദിക്കുന്നു, അവനെ അവനോട് കോപിക്കുന്നു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടിട്ട് വന്നു? നിന്റെ അഹങ്കാരം നികളഭാവവും എനിക്കറിയാം. പാട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു അവനെ നിന്ദിക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. നമുക്കറിയാം ദാവീദ് ആട്ടിടയനാണ്. സ്തോത്രം. അതെ സ്തോത്രം. ശമൂവേൽ തൈലക്കൊമ്പുമായിട്ട് ഇസ്രായേലിയുടെ ഭവനത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെയും ദാവീദില്ല. അവിടെയും ദാവീദിന്റെ സ്ഥലം എന്ന് പറയുന്നത് അതെ അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിലാണ്. അതേ ചോദ്യം തന്നെയാണ്, നീ ഇപ്പോൾ ഇവിടെ എന്തിനു വന്നു? പട കാണുവാനല്ലേ വന്നത്? നീ ആരുടെ അടുക്കൽ ആടുകളെ വിട്ടിട്ട് വന്നു? അതായത് നിന്റെ ജോലി ഇതൊന്നുമല്ല. ഇവിടെ പ്രമുഖരായിരിക്കുന്നു ഞങ്ങൾ നിന്നിട്ടും ഈ ഫെലിസ്തീന് നേരെ നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. നീ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള ഒരു ചോദ്യം തന്റെ മുമ്പിൽ വന്ന് നിന്ദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അവരുടെ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദാവീദ് പിന്മാറിപ്പോക്കിയല്ല, ദാവീദ് ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം. അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ദാവീദ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരുത്തൻ അങ്ങ് തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞു വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലും അറിവ് കിട്ടി അവനെ വിളിച്ചു വരുത്തിയിട്ട് ശൗലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ ഫെലിസ്തീനോട് അംഗപ്പൊരുതുവാ നിനക്ക് എങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശൗൽ ദാവീദിനോട് ഈ ഫെലിസ്തീനോട് അംഗപ്പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അവിടെ നിന്നും ഒരു പിന്തിരിപ്പിച്ച് കളയുവാൻ, ഇവനെ മാറ്റി നിർത്തുവാനായിട്ട്, ഇതിനെ അവന് ജയിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സ്തോത്രം അവനെ പിന്തിരിപ്പിച്ച് കളയുവാനായിട്ട് അവിടെ ശൗലും തയ്യാറാകുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയത്തരും. ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും ആരൊക്കെ നിന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാല് പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുക. ദാവീദിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ദാവീദ് നിരന്തരമായിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ കാണുന്നു, ദൈവത്തിന്റെ മുഖം ഇടവിടാതെ അന്വേഷിപ്പിൻ എന്ന് അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ മുഖത്തെ തിരയുകയും അവന്റെ ഹൃദയത്തെ അറിയുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ നല്ലവരെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, നാം അതിലേക്ക് പോകാനല്ല. നാം അല്പസമയം വില കൊടുക്കുവാൻ തയ്യാറായ, അല്പസമയം മൗനമായിട്ട് നിൽക്കുവാൻ തയ്യാറായ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിച്ചു ഉയർത്തുവാനായിട്ട് ഇടയത്തിരും. കാരണം എന്തെന്ന് ദാവീദ് അവിടെ സ്തോത്രം ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിനക്ക് പ്രാപ്തിയില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? ഇവനൊരു ബാലനാണ്, ഒരു കോമളനാണ്, ഇവന് ഒരു ആരോഗ്യവുമില്ല ഇവരോട് നിന്ന് പോരാടുവാൻ, ഈ ഫെലിസ്തീനോട് എതിർത്ത് നിൽക്കുവാൻ ഇവന് യാതൊരു പ്രാപ്തിയും ഇല്ല എന്ന് തന്നെ പറയുമ്പോൾ
പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ പുകഴ്ത്തുന്നൊരനുഭവം. ദാവീദിനെ ചെറുതാക്കിയിട്ട് ഇവര് ഭയപ്പെട്ട ഫെലിസ്ത്യരെ, ഗോലിയത്തിനെ അവന്റെ പദവിയോളം അവര് ഉയർത്തുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, തന്നെത്താൻ ഉയർത്തുവാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ ഉയർത്തും പോലും, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്തോത്ര ഫോഷ്കനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന ദാവീദിനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പന്റെ ആടുകളെ മേച്ച് ഞാൻ വനാന്തരത്തിൽ ആയിരുന്നപ്പോ ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നു, അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. ദാവീദിന് പറയുവാനായിട്ട്, സ്തോത്രം, അതേ ഫെലിസ്ത്യന്റെ ഉയർച്ചകളെ പറ്റി അവനെ പുകഴ്ത്തുവാൻ സൗലിനും, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ ജ്യേഷ്ഠന്മാർക്ക് ഉണ്ടായിരുന്നപ്പോ ദാവീദിന് പറയാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പന്റെ ആടുകളെ മേച്ച് നടന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും വന്ന അപ്പന്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോകും. അവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതെ, ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിക്കുട്ടിയെ പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് മാറി നിന്നപ്പോഴല്ല പിടിച്ചുകൊണ്ട് പോയത്. അവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, കൂട്ടത്തിൽ നിന്ന്. സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലതിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ നീ മൗനമായിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ അതിനെതിരായി നിൽക്കുവാൻ തയ്യാറാക്കുമ്പോ നിന്നെ ഉപയോഗിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടത്തിൽ നിന്ന്, സ്തോത്രം, ഹല്ലേലൂയ, അതെ, ഒന്നല്ലേ പോയോളൂ എന്ന് പറഞ്ഞിട്ട് മൗനമായിട്ട് നിൽക്കുന്ന ദാവീദിനെ അല്ല കാണുന്നത്. അപ്പന്റെ ആടുകളെ മേയ്ക്കുന്നതില് വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, നിന്നെ ഏൽപ്പിക്കുന്നതില് നീ വിശ്വസ്തനായിരുന്ന, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ദാവീദിന് വേണമെങ്കിൽ പറയാം, അതേ, സ്തോത്രം, എന്റെ ജീവനെ നോക്കിയത്, അപ്പന്റെ ആടുകളെ അല്ല നോക്കിയത് എന്ന് പറഞ്ഞു ഒഴിവ് കഴിവുകൾ പലതും പറയാം. അതിനെതിരെ പോയി എന്റെ ജീവന് ആപത്ത് വന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പല ഒഴിവ് കഴിവുകൾ ഒന്നല്ലേ പോയതെന്ന് പറഞ്ഞു നിൽക്കാം. പക്ഷേ അവിടെ ദാവീദ് ചെയ്ത അതല്ല. സ്തോത്ര, പിടിച്ചുകൊണ്ട് പോയതിനെ അതിന്റെ വായ്ക്കകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു എങ്കിൽ, സ്തോത്ര, വനാന്തരത്തിൽ വെച്ച് തന്റെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകം എന്ന് സ്തോത്ര ദാവീദിന് തിരിച്ചറിവുണ്ടായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്തെന്ന്, നീ ഏത് അനുഭവത്തിലാണ് ദൈവസന്നിധി നിൽക്കുന്നത് എന്ന് ഈ പകൽക്കാലം നീ തിരിച്ചറിയണം. സ്തോത്ര, നിനക്കെതിരായി ചിലത് വായ് പിളർന്നു വരുമ്പോ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ തലമുറയ്ക്കകത്ത് നിന്ന് കൂട്ടത്തിൽ നിൽക്കുന്ന ചിലതിനെ പിടിച്ചു കൊണ്ടുപോകുക. ചിലത് വായും പിളർന്നു വരുമ്പോ, സ്തോത്ര, നീ പേടിച്ചു മൗനമായിട്ടിരിക്കല. അതിന്റെ നേരെ നീ ദൈവനാമത്താ നീ ചെല്ലുവാൻ തയ്യാറായ ദൈവം നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കുക. ചിലതിനെ പിടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഞാൻ പിന്തുടർന്നു. ഹല്ലേലൂയ, അതേ, സ്തോത്ര, ഹല്ലേലൂയ, പിന്തുടർന്നു പോയ ദാവീദിനെ കാണുവാൻ സാധിക്കുന്നു. സിംഹമാണ്, കരടിയാണ് പിടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞ് ഇവൻ പിന്മാറിപ്പോകല. അതിനെ സ്തോത്രം നേരെ അവൻ പിന്തുടരുവാനായിട്ട് ഇടയായിത്തീർന്നു. നീ ശത്രുവിനെ കണ്ട് പാളയത്തിനകത്ത് ഒതുങ്ങുകയല്ല. നീ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന, നിന്നെ നിന്ന് നഷ്ടങ്ങൾ വരുത്തുക, നിന്റെ കൂട്ടത്തിലുള്ള ചിലതിനെ പറിച്ചു കൊണ്ടുപോകുക, ശത്രു പ്ലാനും പദ്ധതി ഒരുക്കിക്കൊണ്ട് കടന്നു വരുമ്പോ നീ ചിലതിനെ പിന്തുടരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അസാധാരണമായിരിക്കുന്ന ദൈവശക്തി തന്ന് അതേ നിന്നെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ പിന്തുടർന്നു, അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. സ്തോത്രം, വായ്ക്കകത്തിരുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന, സ്തോത്ര, ഹല്ലേലൂയ, ദാവീദിനെയാണ്. സ്തോത്ര, മറ്റുള്ളവർ പറയുന്നത് നിനക്ക് പ്രാപ്തിയില്ല, നീ കോമളനാ, നീ ബാല്യനാണ് എന്നൊക്കെ പറഞ്ഞവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്ന, നീ ചിലതിനോട് ഫൈറ്റ് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, നീ പിന്നെ ഒരിടത്ത് പരാജയപ്പെടുകയില്ല, നീ ഒരിടത്ത് പിന്മാറി പോകുകയല്ല. സ്തോത്ര, ഹല്ലേലൂയ, ശത്രു 1-2 പ്രാവശ്യമൊക്കെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാം, പക്ഷേ നീ പിന്തിരിയുന്നില്ല എന്ന് കാണുമ്പോ, സ്തോത്രം,
അതേ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകുവാനായിട്ട് ഇടയായി തീരുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ വായി നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ആർക്കുള്ളത്? ദാവീദിനുള്ളത്. സ്തോത്രം. മല്ലനല്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവൻ പ്രാപ്തിയുള്ളവനല്ല, ഒരു ബാല്യനാണ്, ചെറുതാണ്. ഇതൊക്കെ പറയും പോലും ഹല്ലേലൂയ പറയാൻ ദാവീദിനൊരു കാര്യമുണ്ട്. അവയെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു. അവൻ എന്റെ നേർക്ക് വരുവാനായിട്ട് ഇടയെത്തുന്നപ്പോ അതിന്റെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. ഹല്ലേലൂയ. ഈ ഒരു മനുഷ്യനെയാണ്, ഈ ദാവീദിനെയാണ് സ്തോത്രം ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യന്റെ നേരെ പോകുവാൻ ദാവീദ് ഒരുങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ മറ്റുള്ളവർ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നിനക്ക് സ്തോത്ര പ്രതികൂലങ്ങളുണ്ട്, നിനക്കെതിരെ വെല്ലുവിളികൾ കടന്നു വരാം. പക്ഷേ നീ അതിനോട് ദൈവത്തിന്റെ സർവായുധ വർക്കം ധരിച്ചുകൊണ്ട് നീ പോരാടുവാൻ തുടങ്ങുന്നുവെങ്കിൽ ശത്രുപാളയം നിന്റെ മുമ്പിൽ പരാജയപ്പെടുവാനിടയത്തിനും നിന്നിലുള്ള ഒന്നിനെ തന്നെ ശത്രുവിന് തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ഈ ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ. ദാവീദ് പറഞ്ഞില്ല, എന്റെ ശക്തി കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ ബലം കൊണ്ടോ അല്ല ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഞാൻ കരടിയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദാവീദിന് പറയാനായിട്ടുണ്ട്. സ്തോത്രം. അതേ സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന ദൈവത്തെയാ ദാവീദ് ഉയർത്തിയത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ വന്ന ചില പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന്, ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചുവെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട് നീ ഇവിടം വരെ എത്തിയെന്ന് പറയാതിരിപ്പാ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിംഹത്തിന്റെ കരടിയുടെ വായിൽ നിന്നും വിടുവിച്ചതായ യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ എത്ര പേർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കഴിഞ്ഞ നാളുകൾ കടന്നു വന്ന ചില രോഗങ്ങളുടെ നടുവിൽ നിന്ന്, ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, നിന്റെ കുടുംബത്തിനെതിരായി കടന്നു വന്ന ചില പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വിടുവിച്ചതായ ദൈവം ഇന്ന് നീ കടന്നു പോകുന്ന ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമെന്ന് ഈ പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കാൻ. സ്തോത്രം. ആരും കാണാതെ നീ കരഞ്ഞപ്പോ, ആരും കാണാതെ നീ നിലവിളിച്ചപ്പോ, എങ്ങനെ ഈ പ്രശ്നത്തിനകത്ത് നീ ജയിക്കുമെന്ന് നീ ചോദിച്ച സാഹചര്യങ്ങളുടെ നടുവിൽ നിനക്ക് ബലം തന്ന്, നിനക്ക് ധൈര്യം തന്ന്, ഹല്ലേലൂയ, ശത്രുവിന്റെ സകല പ്രതീക്ഷയ്ക്കകത്തുനിന്ന് വിടുവിച്ച, അതേ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച അതേ സ്തോത്രം ഒരു ദൈവം നിനക്കുണ്ട് എന്ന് ഈ പകൽക്കാലം നീ തിരിച്ചറിയുക. സ്തോത്രം. ആ ദൈവം ഇന്ന് നീ കടന്നു പോകുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ അതിനകത്തുനിന്ന് കർത്താവ് നിന്നെ വിടുവിപ്പാൻ മതിയായ ദൈവം അത്രേ. സ്തോത്രം. നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക, നീ ബലപ്പെട്ടിരിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്ര. ഹല്ലേലൂയ. പർവ്വത സമമായ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോഴും നീ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായ ചിലതൊക്കെ ദൈവം നിന്റെ കരത്തിൽ തരുവാനായിട്ടിടയത്തിനും. വചനത്തിൽ കാണുന്നു, നീ ദുഷ്ടന്റെ ഇടം നോക്കും, അവനെ കാണുക പോലുമില്ല. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, നീ ചിലയിടത്ത് നിന്ന് കൊടുക്കുവാൻ തയ്യാറായ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയത്തിനും. നീ പേടിച്ചു പോകുവാനല്ല, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയേ കർത്താവ് നിന്റെ മേൽ പകർന്ന് തന്നത്. സ്തോത്ര. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതി ഇട്ടിരിക്കുമ്പോ ചില നിന്നയുടെ വാക്കുകൾ കേട്ട്, ചില പരിഹാസത്തിന്റെ വാക്കുകൾ കേട്ട്, നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾ കേട്ട് നീ പിന്തിരിഞ്ഞു പോകാനല്ല, നിന്നെ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന്, നിന്റെ നിയോഗം കൈമാറിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ തയ്യാറായ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ചിലർ കണ്ട് ഭയപ്പെട്ടു ഓടിയതിനെ നിന്റെ മുമ്പിൽ വീഴ്ത്തി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പലരും ഫെലിസ്ത്യനെ കണ്ടു ഓടി മാറിയപ്പോ ഈ ഒരു ബാലക്കാരനായിരിക്കുന്ന ദാവീദ് സ്തോത്ര ആ ഫെലിസ്ത്യനെ സ്തോത്രം വീഴ്ത്തുവാൻ എന്റെ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്ത്യന്മാരെ തകർക്കുവാനായിട്ടുള്ള ഒരു അഭിഷേകത്തെ, ഒരു ദൈവ കൃപയെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരികയാ. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു അനുഭവം കഴിഞ്ഞ ശേഷം 5 കല്ലും എടുത്ത് കടന്നു പോകുമ്പോ ഫെലിസ്ത്യർ അടുത്തൊന്ന് നിന്ദിക്കുന്നുണ്ട്. ഫെലിസ്ത്യർ പറയുന്ന ഒരു കാര്യമുണ്ട്. 42 വാക്യത്തെ ഫെലിസ്ത്യർ നോക്കി ദാവീദിനെ കണ്ടപ്പോ അവനെ നിന്ദിച്ചു. ശത്രുവിനെ നിന്ദിക്കുകയാണ്. കാരണം എന്താ? ശത്രു പ്രബലനായിരിക്കുന്ന വ്യക്തിയാണ്. ഇവൻ ഒരു ചെറിയ കുഞ്ഞാ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയുന്നുണ്ട്. ദാവീദിനെ കണ്ടപ്പോൾ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോപണ്ണമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാനൊരു നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവിടെ ദാവീദ് പതറിപ്പോകുന്നില്ല. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്ര ഹല്ലേലൂയ. ദാവീദിനോട് പറയുന്നുണ്ട്, വാ, നീ എന്റെ അടുക്കൽ വാ, നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്നെ പിന്തിരിപ്പിക്കുവാൻ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദാവീദ് പിന്തിരിഞ്ഞു പോയില്ല. ദാവീദ് മുന്നോട്ട് ചെല്ലുവാനായിട്ട് ഇടയായി. ദാവീദ് പറയുന്നുണ്ട്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ദൈവനാമത്തിൽ വില കൊടുത്ത് നിന്ന, നീ ദൈവനാമത്തിൽ നിൽക്കുവാൻ തയ്യാറായ, സ്തോത്രം, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഫെലിസ്ത്യൻ പറഞ്ഞു, സ്തോത്രം, നീ ഒരു സ്തോത്രം നായുടെ നേരെ വരുന്നത് പോലെ. പ്രിയതേ മക്കളെ, സ്തോത്രം, അതെ, ഒരു നായ് തിന്ന് കുരയ്ക്കുമ്പോൾ തന്നെ നാം പേടിച്ച് ഒതുങ്ങുകയല്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ആരാണെന്ന് നീ ചിലതിനെ തിരിച്ചറിയണം. സ്തോത്രം. പലപ്പോഴും അതിനെ കണ്ട് നാം ഓടി ഒതുങ്ങുവാനായിട്ട് ഇടയായി തീരുമ്പോ ചിലതിന്റെ നേരെ നാം ചെല്ലുവാൻ ഇടയായി തീർന്ന അതിനെ ഒതുക്കുവാൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരും. ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ കൈനാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടോ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ ഒന്നല്ല വരുന്നത്, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അതേ സ്തോത്രം, ഹല്ലേലൂയ. ഫെലിസ്ത്യൻ വന്നത് അവന്റെ കഴിഞ്ഞ നാളത്തെ സ്തോത്ര എക്സ്പീരിയൻസ് വെച്ചും അവന്റെ ആരോഗ്യവും അവന്റെ ബലവും എല്ലാം ഉപയോഗിച്ച് നിൽക്കുവാനായിട്ട് എത്തുന്നപ്പോ ദാവീദിന് പറയുവാനായിട്ടൊന്നുമില്ല. ദാവീദിന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ടല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ നാമത്തെ മാത്രം ഉയർത്തിയാൽ മതി. നീ മറ്റാർക്കും നീ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ട, മറ്റാർക്കും നീ സ്തോത്ര പ്രാധാന്യം കൊടുക്കണ്ട. നീ ദൈവത്തെ ഉയർത്തുവാൻ തുടങ്ങിയ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തെ മാനിക്കുവാൻ തയ്യാറായ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം, ഈ പ്രഭാതത്തെ ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്നെ ഭയപ്പെടുത്തിയ ചില വിഷയത്തെ, നിന്നെ ആകുലപ്പെടുത്തിയ ചില വിഷയത്തെ, നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ ചിലതിനെ ദൈവം നിന്റെ കയ്യിൽ ഈ പകൽക്കാലം തരും. സ്തോത്ര, ഹല്ലേലൂയ. അതെ, നീ ഇനി ഭയപ്പെട്ടിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ന് ഫെലിസ്ത്യനെ നിന്നെ എന്റെ കയ്യിൽ ദൈവം തരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. മാത്രമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സാർവഭൂമിയും അറിയും. നീ നിൽക്കുവാൻ തയ്യാറായ നിന്നിൽ കൂടി ഒരു ദൈവം ഉണ്ട് എന്ന് ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതി ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. നീ പതറിപ്പോകരുത്. പ്രശ്നങ്ങൾ കണ്ട് നീ ഓടിപ്പോകുകയല്ല. അതേ സ്തോത്രം, ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും നീ ഭയപ്പെടാതെ നിർഭയം വസിക്കത്തക്ക രീതി നിന്റെ മേൽ കൃപ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം, ദാവീദ് നേരെ ചെന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കൈ വാളില്ലായിരുന്നു. വാളും കുന്തവുമായിട്ടൊക്കെ നിന്ന ഫെലിസ്ത്യനെ ഒരു വാളുമില്ലാതെ വണ്ണം ദൈവത്തിന്റെ ശക്തിയ ദാവീദിനെ കൊന്നു വീഴ്ത്തുവാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ നീ ചിലയിടത്ത് നിൽക്കുവാൻ തയ്യാറായ, നീ ദൈവവചനത്തിനകത്ത് വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുവാൻ തയ്യാറായ, എത്ര ശത്രു പ്രബലപ്പെട്ടതാണെങ്കിലും ആ ശത്രുവിനെ തകർക്കുവാനായിട്ടുള്ള ഒരു ആത്മശക്തിയെ, ആത്മബലത്തെ ദൈവം നിന്റെ മേൽ പകരുവാൻ
പകരുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്രം, ദാവീദിന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ആടിനെ തിരിച്ചു പിടിച്ചതായ ഒരു ശക്തിയെ പറ്റി പറയാനായിട്ടുണ്ട്. അവനെ പ്രാപ്തനാക്കി തീർത്ത ഒരു ദൈവത്തെ പറ്റി പറയാനായിട്ടുണ്ട്. ദൈവം കരടിയുടെ വായിൽ നിന്ന്, സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ ഈ ഫെലിസ്തന്റെ കയ്യിൽ നിന്നും യഹോവ വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ഉറപ്പും ദാവീദിന് ഉണ്ടായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർക്കുമെന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന്, നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ് കടന്നു വന്ന ശത്രുവിന്റെ മുമ്പാകെ ജയം തന്നു ദൈവം നിന്നെ ജയത്തോടെ നടത്തിയെങ്കിൽ ഇന്ന് നീ ഭയപ്പെട്ട്, നീ ഭീരുത്വമായിട്ട് നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുകയല്ല. ആ യഹോവയുടെ നാമത്തിൽ നീ ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ തയ്യാറായ ചിലതിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് പകൽക്കാലം ചില വാക്കുകൾ കൊണ്ടുള്ള ഭയത്തെ ദൈവം തമ്പുരാൻ മാറ്റുകയാ. സ്തോത്രം. അതേ, ചില പ്രവർത്തികൾ കൊണ്ടുള്ള ഉള്ളിൽ കടന്നു വന്ന ചില ഭയങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ചില ഭയങ്ങൾ, ചില ഭീരുത്വത്തിന്റെ അനുഭവങ്ങൾ. അതേ സ്തോത്രം, ഈ സൈന്യം വലുതാണല്ലോ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, അതേ, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ബലവാനും ബലഹീനൻ തമ്മിൽ കാര്യമുണ്ടായ ബലഹീനന് വേണ്ടി തുണ നിൽക്കുന്ന ഒരു ഉടയവനുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ, അതേ, പ്രശ്നങ്ങളെ, സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചപ്പോ ദാവീദിനെ പോലെ ഒരു വിശ്വാസം പ്രാവർത്തികമാക്കുകയും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും ചെയ്യുമെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് ജയിച്ച് കയറുവാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൃപയെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നീ മറ്റുള്ളവരെ പോലെ ഭയപ്പെട്ട് ശത്രുവിനെ കണ്ടു ഓടുവാനല്ല, നീ പലതിനെ കണ്ടിട്ട് സ്തോത്ര പിന്തിരിഞ്ഞു പോകുവാനല്ല. കർത്താവ് നിന്റെ മേൽ കൃപ തന്നത് നീ ചിലതിനോട് എതിർത്ത് നിൽക്കുവാനാ. അതേ, വചനത്തിൽ പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പേ, അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ഹല്ലേലൂയ. അതേ, പിശാച് തന്ത്രശാലിയായി പലതും വരുമ്പോ തനിക്ക് പ്രാബല്യമുണ്ട്, തനിക്ക് ശക്തിയുണ്ടെന്നൊക്കെ പറയുമ്പോഴാ ശത്രുവിന്റെ തലയെ തകർത്ത ഒരു ഉടയവൻ അത്രയും നമുക്കുള്ളത്. സ്തോത്ര, ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരുടെയൊക്കെ മേൽ സ്തോത്ര, ഹല്ലേലൂയ, അസാധാരണമായിരിക്കുന്ന ഒരു ദൈവശക്തിയെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ പകൽക്കാലം ദൈവം നിന്റെ മേൽ പകരുക. ചിലതിനെ നിന്റെ നിന്ന് പിടിച്ചു കൊണ്ടുപോയ, നിന്റെ നന്മയെ അപകരിച്ചു കളഞ്ഞ, നിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലതിനെ പിടിച്ചു കൊണ്ടുപോയ, ചിലതിനെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ഒരാത്മാവിന്റെ ശക്തിയെ, ഒരാത്മാവിന്റെ കൃപയെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിന്റെ മേൽ പകരുക. സ്തോത്രം. അതേ, നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദാവീദിനെ ദൈവം മാനിച്ചുവെങ്കിൽ, നീ ദൈവനാമത്താൽ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയത്തരും, ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയത്തരും. ഒന്നല്ലേ നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞ് നീ മൗനമായിട്ടിരിക്കുകയല്ല. പ്രിയ ദൈവ പൈതലേ, നീ ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ തയ്യാറാക്കാം. അതേ, വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവന് പല നിന്ദയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും അവൻ പിന്തിരിഞ്ഞു പോകാതെ അവൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ആ ഫെലിസ്തനെ കൊന്ന് വീഴ്ത്തുവാനായിട്ട് ദാവീദിനെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായിട്ട്, നിന്റെ തലമുറയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്തനെ തകർക്കുവാൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരുവാനായിട്ടിടയത്തിര. പലരും പലതിനെ കണ്ട് ഭയപ്പെട്ടു ഓടിപ്പോകുമ്പോ അവരുടെ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കത്തക്ക രീതി ഒരു ജയത്തിന്റെ ധ്വനിയെ, ഒരു ജയത്തിന്റെ കാഹളത്തെ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്മേലും പരിശുദ്ധാത്മ പകരുവാനായിട്ടിടയത്തിര. പലരും പലതും കണ്ട് ഓടിപ്പോകുമ്പോ ദൈവ പൈതലേ, നീ പലതിനെ കണ്ട് ഓടിപ്പോകയല്ല, നീ ദൈവനാമത്താൽ ഉറച്ചു നിൽക്ക. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിച്ച് ഉയർത്തും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ തരുന്നു. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് നിന്ദിക്കപ്പെട്ട തന്റെ ജനത്തിന്റെ അവസ്ഥകൾക്ക് ഈ പകൽക്കാലം ഒരു മാറ്റം സംഭവിക്കട്ടെ. നിന്ദിച്ചവരുടെ മധ്യത്തിൽ
കർത്താവേ, ഈ പകൽക്കാലം ഇവർ കർത്താവേ അപമാനിക്കപ്പെടുവാൻ ഉയർച്ച പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണമേ. കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ചിലതിനെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ആത്മശക്തിയെ, മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്തീനെ, ചില ഗോലിയാത്തുകളെ തകർക്കുവാനായിട്ടുള്ള ഒരു ആത്മശക്തിയെ, അങ്ങിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയെ പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ കൈമാറുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവര് കർത്താവേ മറ്റുള്ളവർ ഓടി മറിഞ്ഞതുപോലെ ഓടി മാറുകയല്ല, ചിലതിന്റെ നേരെ ദൈവത്താൽ ചെന്ന് ചിലതിന്റെ വായ്ക്കകത്ത് നിന്ന് ചിലതിനെ പിടിച്ചെടുത്തുകൊണ്ട് ഇവര് ജയിച്ചു കയറുന്ന ഒരു തലമുറയായി മാറ്റപ്പെടട്ടെ കർത്താവേ. ഇവരുടെ അവസ്ഥകൾക്കൊരു മാറ്റം സംഭവിക്കട്ടെ. അങ്ങയുടെ ശക്തി തന്റെ ജനത്തിന്മേൽ പകരുന്ന പകൽക്കാലമായി തീരട്ടെ. പ്രാർത്ഥനാ വിഷയം ഇട്ടിരിക്കുന്ന ഓരോരുത്തരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം, അത്ഭുതങ്ങൾ നടക്കണം. രോഗാവസ്ഥയിലായിരിക്കുന്നവരുടെ രോഗങ്ങൾ മാറട്ടെ, ഭാരത്തിലായിരിക്കുന്നവരുടെ ഭാരങ്ങൾ മാറട്ടെ കർത്താവേ. സ്തോത്രം. ഏതെല്ലാം വിഷയത്തിന്റെ നടുവിൽ ഈ പകൽക്കാലം ഭാരത്തോടെ ആയിരിക്കുന്നുവോ അതിനകത്തൊരു ദൈവിക പ്രവൃത്തി, തല ഉയർത്തുന്ന ദൈവത്തിന്റെ കര, പ്രാപ്തിനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര. മാനോ മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.